ഹാർബറിന്റെ വടക്കേ ഗ്രോയിനിൽ നിന്നും താഴത്തെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ജെട്ടി എന്ന് പറഞ്ഞ സാധനം റെഡിയാക്കൊണ്ട് ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനുംവള്ളം. ഇന്ന് നമ്മുടെ കാലാവസ്ഥ മോശമായിട്ട് വള്ളക്കരാരും പോയിട്ടില്ല. പക്ഷേ നമ്മുടെ ഹാർബറിന്റെ ചില ചെറിയ ചെറിയ പോരായ്മകളെ കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ നമുക്ക് ഓടി വരാം. ലെറ്റ്സ് ഗോ. കുറേയധികം വർഷങ്ങളായിട്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി അനുഭവിച്ചു പോകുന്ന ഒരു ദുരന്തമാണിത്. ഈ ഹാർബറിന്റെ വടക്കേ ഗ്രോയിനിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് കെട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇന്നുവരെ ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഒത്തിരിയേറെ പഴയ വള്ളങ്ങൾ ഇവിടെ ഇരുന്നു. അത് ശരിക്കും കരയിലായിരുന്നു വെച്ചത്, മണ്ണിലായിരുന്നു വെച്ചത്. ഇപ്പൊ ഇവിടെ ട്രെഡ്ജിങ് നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മണ്ണെല്ലാം ഒലിച്ചു പോയപ്പോൾ ഇന്ന് ആ പാഴ്വള്ളങ്ങളെല്ലാം ഇന്ന് മത്സ്യത്തൊഴിലാളിക്ക് ഇവിടെ ഒരു ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ പലരുടെയും മുറിവേറ്റാണ് പലരും കരക്ക് കയറിപ്പോകുന്നതും. പലരും ഒത്തിരിയേറെ പരാതികൾ നമ്മൾ പറയുന്നുണ്ട്. ഈ പാഴ്വള്ളം എടുത്ത് മാറ്റാമെന്ന് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞു, ഇവിടെ ട്രെഡ്ജിങ് നടത്തുന്നവരും പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ മാസങ്ങളായിട്ട് ഇത് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ദുരന്തമുഖത്തിലൂടെയാണ് മത്സ്യത്തൊഴിലാളി പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടും ട്രെഡ്ജിങ് നടത്തുന്നവരോട് പറഞ്ഞിട്ടും ഇതിന് ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ യൂണിയൻ ഒരു കാര്യം തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു അകത്ത് ട്രെഡ്ജിങ്ങോ മറ്റു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരണമെന്നാണെങ്കിൽ ഈ പാഴ്വള്ളങ്ങൾ, ഈ വേസ്റ്റ് വള്ളം ഇവിടുന്ന് എടുത്തു മാറ്റാതെ ഇനിയൊരു വർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കുന്നില്ല. അതിനിവിടെ മത്സ്യത്തൊഴിലാളി ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ ചിലപ്പോൾ അതിന് എതിരെ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റോ ട്രെഡ്ജിങ് നടത്തുന്ന ആ ഡിപ്പാർട്ട്മെന്റോ അവർ ഏത് ടീമായാലും അവരിതിന് മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദൃശ്യം പകർത്തുകയും ലോകരെ കാണിക്കുവാൻ തയ്യാറായ മീനുംവള്ളം ചാനലിന് പ്രത്യേകം കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഹാർബറിന്റെ പണി തുടങ്ങിയിട്ട് 10-12 വർഷങ്ങളായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പില്ല ആൾക്കാർക്ക് ഇറങ്ങാൻ. വെളുപ്പിന് വന്നേച്ചും ആൾക്കാർ ഉരുണ്ടും തല്ലി എണ്ണക്കേനുമായിട്ടൊക്കെ വീണാണ് ഇറങ്ങുന്നത്. പിന്നെ അത് തന്നെ അല്ലാതെ ഈ കിടക്കുന്ന ഈ വഞ്ചികൾ ഉണ്ടാവും, ഈ വഞ്ചികളൊക്കെ നീക്കം ചെയ്യാന്ന് ഹാർബറിന്റെ എഞ്ചിനീയർമാരോട് പറഞ്ഞിട്ട് അവരാരും ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ ഈ ഹാർബറിന്റെ പണി ചെയ്യും മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്റ്റെപ്പ് വേണ്ടത്. എല്ലാവരും ഉരുണ്ടും തല്ലിയൊക്കെയാണ് വീണിറങ്ങണം. ഒരു പ്രായമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാലും പൊട്ടി മുരിങ്ങായും ഒക്കെ കൊണ്ട് കാല് പൊട്ടിയൊക്കെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇതാദ്യം ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാനും ഈ കിടക്കുന്ന വഞ്ചികളൊക്കെ ഇവിടെ നിന്ന് മാറ്റി ആൾക്കാർക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റിയ രീതിക്കുള്ള എണ്ണക്കേനുമായിട്ടൊക്കെ ഒരു കാരണവശാലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആരോട് എല്ലാ രാഷ്ട്രീയക്കാരോടും പറഞ്ഞിട്ട് ആരും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടത്തെ ദുരിതം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ, വേറെ ആരും ഇത് അനുഭവിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ ഫെഡറേഷന്റെ ആൾക്കാർ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ശബ്ദമുയർത്തുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, ഹാർബറിന്റെ എഞ്ചിനീയർമാരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ ഈ വഞ്ചികൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. ഇവിടെ ഒരു സ്റ്റെപ്പും വേണം. ഇത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. ഇതെല്ലാവരും കൈക്കൊള്ളണം. ഞങ്ങൾക്കിപ്പോ ഇവിടെ വള്ളം കെട്ടാനുള്ളൊരു അടിസ്ഥാന സൗകര്യം പോലും ഞങ്ങൾക്ക് ഇവിടെ ഈ ചെല്ലാൻ ഹാർബറിൽ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്തരം വള്ളങ്ങൾ ഞങ്ങൾ കൂടിയിരിക്കുകയാണ്. ഈ ഫിഷറീസിൽ നിന്ന് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ജെട്ടി എന്ന് പറഞ്ഞ സാധനം റെഡിയാക്കൊണ്ട് ഇവിടെ അതും കൂടെ ഇവിടെ വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ജെട്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ ഇവിടെ സൗകര്യങ്ങൾ കുറഞ്ഞു പോയി. പിന്നീടുള്ള ഇവിടെ ഞങ്ങൾക്കുള്ള വള്ളങ്ങൾ കെട്ടാനുള്ള സൗകര്യം ഇല്ലാത്ത പാട്ടിൽ ഇങ്ങനൊരു ജെട്ടിയുടെ ആവശ്യം ഞങ്ങളിവിടെ കാണുന്നില്ല. ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ചെയ്യാം. സർക്കാർ നിൽക്കരുത്, ഞങ്ങളത് അനുവദിക്കില്ല.